ഹലോ ഫ്രണ്ട്സ്, നമ്മൾ മീഷോ സാരിയും കൊണ്ട് ഒരു 150 രൂപയുടെ സാരിയാണ്. അങ്ങോട്ട് നമ്മളൊരു കുഞ്ഞ് ഫ്രോക്കാണ് അടിക്കുന്നത്. ലൈനിങ് ഇതേപോലെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സാരി പീസ് വെച്ചിട്ട് കഴുത്ത് വരച്ച പീസും കൂടി ക്യാൻവാസിലാണ് കഴുത്ത് വരച്ചിട്ടുള്ളത്. ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഇത് മുമ്പ് ഇട്ടിട്ടുണ്ട്. കട്ടിങ് വീഡിയോയിൽ നമ്മൾ കഴുത്തിനൊക്കെ ഫ്രില്ല് വെക്കുന്നതാണ് കട്ട് ചെയ്തെടുത്തത്. പക്ഷെ ഇത് കനല്ലാത്ത തുണി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഫ്രില്ല് വെച്ചെടുക്കാൻ പറ്റില്ല. നമ്മൾ വേറെ മോഡലാണ് ഇപ്പോൾ തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ കഴുത്ത് വരയുമ്പോൾ കൂടെ അടിച്ചുകൊണ്ട് നമ്മൾ ഉൾവശം കട്ട് ചെയ്ത് കളഞ്ഞ് ചെറിയ കട്ടിട്ട് കൊടുത്തുകൊണ്ട് തിരിച്ചിടുന്നുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാരിയാണിത്. ഇതിൻ്റെ പല കളറും കിട്ടുന്നുണ്ട്. നല്ല നൈസാണ് സാരി. കഴുത്തൊന്ന് പതിച്ചടിച്ച് നല്ല പീസും ലൈനിങ് പീസും കൂടി ഒരുമിച്ച് കൂട്ടി വയ്ക്കണം. നമ്മൾ കയ്യിന് പകരം ഫ്രില്ലാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നല്ല പീസ് ലൈനിങ് കൂടി കൂട്ടി യോജിച്ച ശേഷം കഴുത്തൊക്കെ ക്ലിയർ ആക്കിയിട്ട് കൈയൊന്ന് മടക്കി അടിക്കണം. ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. കഴുത്ത് നല്ല പിടുത്തുണ്ടാവുകൊണ്ട് തന്നെ നമ്മൾ ഓപ്പണൊന്നും വെക്കണില്ല. എന്നിട്ട് നമ്മൾ പിടുത്തില്ലാത്ത കഴുത്താണെങ്കിൽ ചെറിയതായിട്ടൊരു ഓപ്പൺ ഇട്ടൊരു കുളത്ത് വെക്കലുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെയാകൊണ്ട് കുളത്തൊന്നും വെക്കണില്ല. കഴുത്ത് എന്തായാലും കൊള്ളും. ബാക്ക് പീസ് നമ്മൾ ഇതേപോലെ തന്നെ എടുത്തിട്ടുണ്ട്. ഷോൾഡർ കൂട്ടി വെക്കണം. നമ്മൾ യോക്ക് പാർട്ട് സ്ട്രൈറ്റ് ആയിട്ടാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇനി ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഭാഗം വിലങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഡിസൈൻ കൊടുക്കുന്നത്. ഒന്ന് വീതിക്കും ഒന്ന് നീളത്തിനുമാണ്. നമ്മൾ ഷോൾഡർ കൂട്ടിയെടുക്കുന്നുണ്ട്. സൈഡൊന്ന് കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചിടുകയാണ്. ഒരു പതിച്ചടിയും കൂടിയും കൊടുത്തെടുത്തതിന് ശേഷം നല്ല പീസ് ലൈനിയും കൂടി ബാക്ക് പീസും ഒരുമിച്ച് അടിച്ചെടുക്കുന്നുണ്ട്. ഇത് കളർ ചേഞ്ച് ആയത് കാരണം എപ്പോഴും നൂല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരു കളർ പീസിന് റെഡിയാക്കി നൂലെടുത്ത് അടുത്ത പീസിന് അത് ക്ലിയർ ആയി കിട്ടൂല. പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ നൂല് എല്ലായ്ക്കും കൂടി ഒക്കെ ഒരു കളർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഫ്രോക്ക് അടിക്കുന്നവർക്കൊക്കെ അടിക്കാൻ പറ്റിയ ഡിസൈനാണിത്. അധികം ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇതുപോലത്തെ സാരി പീസൊക്കെ കൊണ്ടാണെങ്കിൽ അധികം പൈസ ആവില്ല. ഞാൻ ഷോൾഡർ റെഡിയാക്കി വെച്ചിട്ട് നമ്മൾ ബാലൻസുള്ള പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് അളവ് നോക്കി റെഡിയാക്കി എടുക്കണം. സാരിക്ക് കട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ലൈനിങ്ങിന് നല്ല കട്ടിയുള്ള പീസാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഷോൾഡർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം
അതൊന്ന് മടക്കി അടിക്കണം. ഒരു കൈക്ക് പകരം ഫ്രില്ലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഫ്രില്ല് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ 3 ഇഞ്ചിനുള്ളൊരു പീസ് എടുത്തിട്ട് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വിടർത്തിയിട്ടിട്ട് നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കണം. റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രില്ല് ഇടുകയാണ്. ഫ്രില്ല് നമ്മൾ ഒരേ വശത്തേക്കല്ല ഇടുന്നത്, 2 വശത്തേക്കും ഒരുമിച്ചാണ് ഇടുന്നത്. ഒരു വശത്തേക്ക് ഒരു വശത്തേക്കാണെങ്കിൽ ഒന്ന് എതിർ വശത്തേക്ക്, അങ്ങനെയാണ് നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൊന്തി നിൽക്കുകയുള്ളൂ. നമ്മൾ കൈ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ ഷെമ്മിക്കൊക്കെ കൈ തയ്ക്കും പോലെ ഉള്ളിലേക്ക് ചെറുതാക്കി 2 മടക്ക് മടക്കിയിട്ടാണ് ഇതുപോലെ തയ്ച്ചു കൊടുക്കുന്നത്. ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഇതേപോലെ ഫ്രില്ല് വെച്ച് ആ പീസിനെ മുകളടി കൊടുത്തെടുക്കുകയാണ്. രണ്ട് സൈഡും അതുപോലെ തന്നെ വെച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലൂസിലാണ് നമ്മൾ ഫ്രോക്ക് അടിക്കുന്നത്. അപ്പോൾ ബാക്കിൽ കെട്ടാൻ വേണ്ടിയിട്ട് ഒരു കെട്ടും കൂടെ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അടിച്ചാണ് നിവർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ വള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിങ്ങനെ ഉള്ളിൽ വെച്ചിട്ടാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഞെറി വിട്ട് കൊടുക്കണം. ഞെറി വിടാനുള്ള പീസ് നമ്മളിതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞെറിവിട്ട് കൊടുക്കുകയാണ്. ഏറ്റവും ചെറിയ ഞെറിവായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇത് ഒഴുകി കിടക്കാത്തത് കൊണ്ട് തന്നെ ഈ കുഞ്ഞ് ഞെറിവ് അത്ര ഭംഗി ഉണ്ടാവില്ല. നമ്മൾ അയൺ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കണം. അത് നമ്മൾ ഷിഫോണിൻ്റെ തുണിയിലൊക്കെ ഇതുപോലെ ഞെറിവിട്ട് കൊടുത്താൽ നല്ല തുണിക്ക് നല്ല കനം ഉണ്ടാകുകൊണ്ട് തന്നെ അടി വരെ നല്ല ഭംഗിയായിട്ട് കിടക്കും. നമ്മൾ അയൺ ചെയ്ത് റെഡിയാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഫ്രില്ല് റെഡിയാക്കി കിട്ടുക. ഞെറിവിട്ടെടുത്തിട്ടുണ്ട്. നമുക്ക് ലൈനിങ്ങും കൂടി വെച്ചെടുക്കണം. ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. നമ്മൾ ലൈനിങ്ങും കൂടെ വെച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടെ കൂട്ടാണ്ട് അതും നമ്മൾ കൂട്ടിയെടുക്കുകയാണ്. കെട്ടുള്ള വള്ളിയും കൂടി ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ സൈഡും കൂട്ടിയെടുക്കുന്നത്. ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ലോക്ക് ചെയ്തെടുക്കണം. അടിയൊന്ന് മടക്കിയടിക്കണം.
ഈ കെട്ടൊക്കെ റെഡിയാക്കിയിട്ട് അടിയും കൂടി ഒന്ന് മടക്കി അടിച്ച് ഒന്ന് അയൺ ചെയ്തിട്ടാൽ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.